ಬರ್ತೇನೆ എല്ലാരും ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ. നമുക്ക് നാസ്ത കളിച്ച് 14 കിലോമീറ്റർ ഉള്ള പോണം. ഇനി പോണോ അവിടെ? ബരി ബണ്ണി ബാ ബണ്ണി ബണ്ണി. അവിടുന്ന് ഒരു മുരട വാങ്ങി. മുരട മുരട അവിടെ ഒരു മുരട കൊടുക്കേ. അണ്ണാ ഏ മുരടക്ക് എന്നാ വില? അളിയാ നാളെ മൊന്ത എടുത്തേക്കടാ വാക്കടാ. വാടാ വിശാലായിട്ട് പറമ്പ് പോയിരിക്കും നമുക്ക്. അല്ല ഇവിടെ ഇപ്പൊ കക്കൂസില്ല. എടാ പൊട്ട എനിക്കിതൊന്നും അറിയില്ലേ ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെയാണ്. എടാ പറമ്പിലിരിക്കുന്നൊക്കെ രസല്ലേ? എന്ത് രസോ? ആരെങ്കിലും കണ്ട പെണ്ണിന്റെ വീട്ടില് കക്കൂസ് ഉണ്ടാവൂലേ? പെണ്ണിനതിന് ഇവിടുന്ന് അങ്ങോട്ടല്ലേ കൊണ്ടുവന്ന്. എന്നാലും നമ്മൾ കണ്ടീഷനായിട്ട് പറയണം ആടെ പറമ്പിലൊന്നും നടക്കൂല എന്ന് കേട്ടുക. എടാ എന്നാലും ഇത്രയും പൈസയും കൊടുത്തിട്ട് ദികേഷേ എത്ര വലിയ കക്കൂസ് ഉണ്ടായിട്ടോ ഈ പറമ്പിൽ തൂറ് ശീലിച്ചോളിക്കില്ലേ? ഇതൊന്നും ശരിയാവൂല കേട്ടാ. മൃഗേഷേ ഞാനൊരു കാര്യം പറയാം. നിന്റെ ഓളും നീയും കൂടി പൈപ്പും ചോട്ടിലായിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ആടെ നല്ല സ്ഥലം നമുക്ക് അങ്ങോട്ട് ഇരിക്കവാ. ഞാൻ ആദ്യം പോകും. ഇത് മല്ലപ്പ അവർക്ക് ഒരു 3000 കൂടി. നമ്മ ഇപ്പൊ കാണാൻ പോണ പെണ്ണില്ല അവൾ ഇവരുത്. എടാ പെണ്ണൊന്നിന് 3000 എൻ്റെ കയ്യിൽ പൈസ കുറയുണ്ടെന്ന് വെച്ചിട്ട് എടുത്ത് വീട്ടാനൊക്കെ കേട്ടുക. തിമ്മപ്പ മല്ലപ്പൊക്കെ കൊടു. ദികേഷേ നീ നാട്ടിൽ പോയിട്ട് പറയാൻ നിൽക്കണ്ട. നാട്ടിൽ പോയി പറഞ്ഞാലില്ലേ നാട്ടിലെ സകല കൊണ്ടാപ്പന്മാരും പെണ്ണും തേടി ഇങ്ങ് പോരും. നാളെ എടുത്ത പെമ്പിള്ളർ പറയും എനിക്ക് ഗവൺമെന്റ് പണിക്കാരെ പാടാന്ന്. അതുകൊണ്ട് ഒന്നും ഉണ്ടാകും കേട്ടാ. എനിക്ക് കൊടുക്കുന്ന ഒരു കല്യാണം കഴിക്കണം. എനിക്കോ? എനക്കതല്ല, ഈ 19-20 എന്ന് പറയുമ്പോൾ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേന്നാ. എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം ഉണ്ടായിന്നെ നല്ലതിനു. എനിക്കിപ്പോൾ വയസ്സ് 10-30. മതി ഇനി നിർത്തിക്കളാ. എനിക്ക് 40 ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല ഇവനിനി ഇപ്പൊ ഇവിടുന്ന് പെണ്ണ് കിട്ടിയാൽ തന്നെ പാശം നിരണ്ടവന്റെ കാര്യം എന്താവും? അല്ല അത് ബേജാറാണ്ടോളിയാ. കുറച്ചു കാലം ഞാൻ അവരെ കൂടെ ഉണ്ടാവുമല്ലോ. ഇത് ഓനും മോളും കിടക്കുന്നിടത്ത് ഈ പോവുക ഭാഷ പഠിപ്പിക്കാൻ. നീ അടി വാങ്ങും. അതിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. ആളെ വിളിച്ചിട്ട് കുഴപ്പമാക്കല്ലേ. ആളെ കയറ്റാല് ഈ പുറത്തിറങ്ങിട്ട് ഞാള് പോകും. ഇതൊരു നല്ല സത്യളാമ്പല. ഇവിടുന്ന് പ്രാർത്ഥിച്ച ബ്രിഗേഷ് കല്യാണം കണ്ടിട്ട് നടക്കും. നമസ്കാരം. ബന്നി ബന്നി ഇവര് കേരള നിന്ന് വന്നവര്. ഒരു 1100 രൂപ കൂടി. ഇവിടെ തൊട്ടതിന് വിളിച്ച് പൈസ ഉറുപ്പ്യണ്ട. ഏക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെ എളിയാ ഒന്ന് തിമ്മപ്പാ ഇതുവരെ കണ്ട പെണ്ണായിരുന്നു. അതാവരുത്. അപ്പൊ ഇനിയുള്ള മലയെ ഇത് ചെലവിന് സ്ഥലം വിട്ടു. ഇനി ആളെ പറ്റിക്കാൻ മുട്ടിയെ അടിച്ചു പിടിച്ചോളെ പറഞ്ഞോളൂ. നിന്നെ നോട്ടിലേക്ക് ബന്ധവര് നല്ല പൊണ്ണപ്പാ. ഫോക്സോ ഒന്ന് കേട്ടിട്ടുണ്ടാ? എന്നാ ഞാൻ കാണിച്ചാൽ ഇയാള് പറഞ്ഞു കേട്ടില്ലേ? ശൈശവാക്കം ജാമ്യം കേട്ടില്ല. ഞാൻ ശരിയാക്കി തരാ. നിന്നെ നോട്ടിലേക്ക് ബന്ധവരു. ഇപ്പൊ എന്താ ആടൊക്കെ പറയല്ലേ പറയല്ലേ. അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ വലിച്ചപ്പോ വനചേച്ചി കണ്ടിക്കണ്ടെങ്കിൽ മറ്റല് വെട്ടി ഒരു ഇങ്ങോട്ട് ഓന്റെ സ്കൂൾ കുട്ടികള്.
ഇതാ വീട്. നല്ല വീടാണ്. മഴ പെയ്ത ഒരു തുള്ളി പുറത്തു പോലെ. ಆ ಇದು ಹುಡುಗಿ ಮನೆ. നമസ്കാര. ಇದಮ್ಮ, ಇದು ಮಾಮನ್, ಇವರು ಹುಡುಗ. ಇವರು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗಳು. ಎಲ್ಲಿ ನಿಮ್ಮ ಮಗಳು? ಕರೀರಿ. ಕಾವೇರಿ. എനക്ക് ഓക്കെ ആന്നിട്ടാ. പിന്നെ നിർത്തി. ಬಾಪ. വിശേഷം ചോദിച്ചല്ലേ എന്നറ. ചേച്ചി ഇവർക്ക് സംസാരിക്കണം. ಇವರು ನಿಮ್ ಜೋದಿಗೆ ಮಾತಾಡಬೇಕು. ಆಯ್ತಾ? ಆಯ್ತಮ್ಮ. ಪಾಪ ಬರೋ. ಬನ್ನಿ, ഇപ്പൊ ഒരാളിയാ. ನೀವು ಮಾತಾಡಿ. ಹೋಗಮ್ಮ. ഹലോ. ഹലോ. എന്താ പേര്? ആ അമ്മ. ಏಮ ನಿಮ್ಮ ಹೆಸರು ಏನಂತ ಕೇಳಿದ್ದ? ಕಾವೇರಿ. ആ കാവേരി നല്ല പേര്. ನೀವು ಏನ್ ಕೆಲಸ ಮಾಡ್ತಿದ್ರ? ആ, എന്താ? നിന്റെ ജോലി എന്താന്ന്? ആ ഓ പെയിന്റിങ്. കോൺട്രാക്ട് പത്താറ് മണിക്കാരുണ്ട്. ആ, കാറുണ്ട് അവർക്ക്. കാറല്ല, ഇതേ മനയിൽ നീന്ത്. അതെ നീ ചോദിക്ക. പേരൊന്ന് ചോദിക്കാലോ. പേരേക്കേ മോളെ പേര്? വയസ്സെത്രയായി? നിൻ വയസ്സ് എത്രൂന്ന്? 19. 19. ആണോ? എനക്ക് വയസ്സ് 29 ആയുള്ളൂ. 29. 29. ಅಮ್ಮ ಎನ್ನೆ ಇಷ್ಟ ಅನ್ನೋನೊಂದು ಚೂ. ಅವನು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅಂತ ಕೇಳುತ್ತಾರೆ. അലിയ ഓക്കെ. എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തോട്ടെ? അലിയ ഫിക്സ് ചെയ്തിക്കില്ലേ? 50,000 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ಹಣ ಇಟ್ಕೊಳ್ಳಿ. ಆಯ್ತಮ್ಮ, ಆಯ್ತು. ഈശ്വര ഇതെങ്കിലും ഒരുപാട് കാത്തോളൂ. ഈശ്വര ആ കുട്ടീൻ്റെ മനസ്സിലാക്കാൻ കാത്തോളൂ. അതെ ഇന്ന് ലേശ കുറി എടുത്തിട്ട് ഞാൻ നോക്കിട്ട് കൊടുത്തോട്ടെ. ഒറ്റ ഒരുവിധം ഒന്ന് ചാലുവാക്കി കൊണ്ടുവരുന്ന. അതെ വേറെ ആർക്കും കാണിക്കണ്ടെന്നൊന്ന് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തല്ലേ, വേറെ ആരെ കാണിക്കൂല. അപ്പൊ ശരി വരട്ടെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പം വിടും ഇവിടുന്ന്. ബൈ. പറഞ്ഞേ. ಇಲ್ಲ ರೆಡಿ ಆಯ್ತು, ಜನರು ಬರ್ತಾ ಇದ್ದಾರೆ. നമ്മളെ സ്ഥലത്തി ഇറങ്ങിക്കോ എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ ശ്രീജയ നമ്മുടെ സ്ഥലം നീ ആർ സി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടിരി വേഗം വേഗം നോടി. ഹലോ ആർ സി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. കൊള്ളല്ല കാര്യമൊക്കെ പിന്നെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റുമോ? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണാ, നീ ഭാഗ്യവാനാണ്. ഈടെ എങ്ങും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണില്ല. പിന്നെന്താ ഇവിടെ പറിച്ചതിനെ കിട്ടാത്ത? ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛൻ അപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ട് തരാം. പറ്റുവാണെങ്കിൽ അവളെ പേരെങ്കിലൊന്ന് പറയോ? യമുന. ഇതെന്ന് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു.
മറക്കൂല. മറക്കരുത്. പിന്നെ നീ ആ പെണ്ണിനെ നല്ലോണം നോക്കണം കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കണ്ട കുടുംബസ്നേഹി. ഒന്ന് വിളിക്കാം. യമുന മോളെ വാ. കണ്ട വിളിച്ച അപ്പം വരും. ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര ആ കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി. ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാർട്ടി വക്കീലാന്നാ? അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽ സലാം. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണായോണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. യമുന നല്ല പേര്. സുധാര ഒന്ന് നോക്കിയ ഒരു നാരകണ്ടായിരുന്നെങ്കിലും ഞാൻ തടയിൽ കൊടുക്കാം. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ആ വെള്ളം നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. വീട്ടിൽ നോക്കിയാ കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറൊന്നല്ല. പേടിക്കണ്ട. കുപ്പിതാ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? ഏ